പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് യേശു 2000 കൊല്ലമായിട്ട് മധ്യസ്ഥം വഹിച്ച് പരിശുദ്ധാത്മാവിനെയും പാപമോചനത്തെയും ഭൂമിയിലേക്ക് അയക്കുന്നു. നമ്മളും വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യ ആരാധനയിലും നമ്മുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, നമ്മളെക്കാൾ തകർച്ചയുള്ള കഠിനമായ ദുഃഖവും വേദനയും അനുഭവിക്കുന്ന ആയിരങ്ങൾക്കും പതിനായിരങ്ങൾക്കും ജനലക്ഷങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം സഹനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ വിധേയരാക്കുന്നു. നമ്മുടെ സഹനങ്ങളെ പ്രതി നമ്മൾ ദൈവത്തെ സ്തുതിക്കണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സഹനമില്ലാത്ത ആരുമില്ല. തകർച്ചകളും സഹനങ്ങളുമാണ് ദൈവവചനം കേൾക്കുവാൻ അനേകരുടെ സഹായത്താലും പ്രേരണയാലും നമ്മൾ ഇതുപോലുള്ള ധ്യാനങ്ങളിലും കൺവെൻഷനുകളിലും സംബന്ധിച്ചത്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ 35 കൊല്ലമായിട്ട് 7 ഭാഷയിൽ 1.5 കോടി ജനം ധ്യാനം കൂടിയിട്ടുണ്ട്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അതുപോലെ തന്നെ പോട്ട ഈ ശുശ്രൂഷയിലും 1987 ജനുവരി 1 ഈ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് സ്ഥാപിച്ചത്, ആരംഭിച്ചത്. കൗൺസിലിങ്ങിന് വരുന്നവരെ കണ്ട് സംസാരിക്കാനുള്ള ശ്രമത്തിൽ കർത്താവ് തടസ്സം തരാൻ തുടങ്ങി. അപ്പോൾ 1 മണിക്കൂർ പോയിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ഇവരെ ഇവിടെ അയക്കുന്നത് വചനം കേൾപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വചനപ്രഘോഷണം കേൾക്കുന്നതിന് മുമ്പ് ആർക്കും കൗൺസിലിംഗ് കൊടുക്കേണ്ട. അങ്ങനെയാണ് 1987 ജനുവരി 1 അന്ന് കൗൺസിലിങ്ങിന് വന്ന് ക്യൂ നിൽക്കുന്നവരെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി ആദ്യത്തെ വചനപ്രഘോഷണം ആരംഭിച്ചത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് 1900 എത്രയാണിത്? 26. പിന്നെ അതിനു മുമ്പുള്ള 13 കൊല്ലം കൂടെ കൂട്ടിയാൽ എത്രയായി? 26ഉം 13ഉം 39 കൊല്ലത്തെ ഇടവിടാതെയുള്ള, ഒരു ദിവസം പോലും മുടക്കാതെയുള്ള വചന ശുശ്രൂഷ പോട്ടയിൽ സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, തുടങ്ങി എന്ന് മാത്രമല്ല, അത് തുടരാനുള്ള ശുശ്രൂഷകരെ അഭിഷേകം ചെയ്ത് കർത്താവ് ഓരോ കാലത്തും ചേർത്ത് 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 നന്നുകൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ വൈദികരുണ്ട്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുണ്ട്, അൽമായരുണ്ട്, യുവജനങ്ങളുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനക്കാരുണ്ട്. ഇങ്ങനെ വിവിധ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷകരുടെ ഗണം ഈ കഴിഞ്ഞ എത്ര കൊല്ലമാണ്? 26ഉം 13ഉം 39 കൊല്ലമായി ഇവിടെ പരിശീലിപ്പിക്കുകയും അവർ മറ്റ് പല ധ്യാന മന്ദിരങ്ങളിലും പോയി ശുശ്രൂഷ ചെയ്യുന്നവരുടെ ഗണത്തിലേക്ക് അവരെ ചേർക്കുകയും ചെയ്തു. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് 37ാമത്തെ പോട്ട ബൈബിൾ കൺവെൻഷനാണ്. ഈ 37 പ്രാവശ്യത്തെ ബൈബിൾ കൺവെൻഷനിലും ദൈവം വാരിക്കോരി അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അനുഗ്രഹം കിട്ടാത്ത ഒരു കുടുംബവുമില്ല. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് സാധാരണ ഒരു 3 നന്മ അറിഞ്ഞു ചെല്ലുന്ന ഒരു രീതിയുണ്ട്. അതിൻ്റെ വകുപ്പ് പറയാം.
എല്ലാവരും ഇരിക്കുക. പണ്ട് കേട്ടിട്ടുള്ള ഒരു പഴമൊഴി പോലെയുള്ള ഒരു വചനമാണ്. 1 ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ. എല്ലാ ദിവസവും ഒരാപ്പിൾ തിന്നാൽ പിന്നെ ഡോക്ടറുടെ സഹായം വേണ്ടി വരില്ല. ഇത് സത്യമായിരിക്കണമെന്നില്ല, ഏതായാലും പഴമൊഴി പോലെ പറയുന്നതാണ്. 1 ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ. 3 ഹെയിൽ മേരി കീപ്സ് ദ ഡെവിൾ എവേ. 3 നന്മ നിറഞ്ഞ മറിയമോ, അതിന് പറ്റാത്തപ്പോൾ 1 നന്മ നിറഞ്ഞ മറിയമോ ഒന്ന് ഉറക്കെ ചൊല്ലിയാൽ പൈശാചിക പീഡ വിട്ടുപോവുകയും പരിശുദ്ധാത്മാവ് വന്ന് നിറയാൻ കാരണമാവുകയും ചെയ്യും. അതിൻ്റെ വകുപ്പ് പറയാം. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇത് ഗബ്രിയേൽ മാലാഖയിലൂടെ പറയപ്പെട്ട വചനമാണ്, എഴുതപ്പെട്ട വചനമാണ്. അതിനുശേഷം പറയുന്നത് എന്താണ്? സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയെ, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകും. അതാര് പറഞ്ഞതാണ്? 13-14 വയസ്സുള്ള കന്യകാമറിയം ഗബ്രിയേൽ മാലാഖയിലൂടെ ദൈവത്തിൻ്റെ സന്ദേശം ശ്രവിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഉടനെ മറിയം പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, അത്യുന്നതൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഇതിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഉള്ള സന്ദേശമാണ്. അത്യുന്നതൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. വചനം ആവർത്തിച്ച് 3 പ്രാവശ്യമോ 5 പ്രാവശ്യമോ 10 പ്രാവശ്യമോ ഒക്കെ പറയുക. പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകം, രോഗസൗഖ്യം, ആന്തരിക സൗഖ്യം, ശാരീരിക സൗഖ്യം, വചനാഭിഷേകം, വചനം കേൾക്കുമ്പോൾ ഗ്രഹിക്കാനുള്ള ഗ്രഹണശക്തി, മധ്യസ്ഥ പ്രാർത്ഥന വരം പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളിൽ ചിലർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചുമ, തൊണ്ടവേദന, തൊണ്ടയിൽ അസ്വസ്ഥത, കഫക്കെട്ട്, ഇത് സംസാരം ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള ചില രോഗപീഠകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നവരെന്ന് കൈപൊക്കിക്കേ. എന്നാൽ ഈ കൺവെൻഷനിൽ വെച്ച് കർത്താവ് അനേകരുടെ ആ രോഗം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഇതിൻ്റെ ഒരു മറിമായം, ഇതിൻ്റെ ഒരു മർമ്മം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി രാത്രിയിൽ 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റിരുന്ന് ചുമയും കഫം തുപ്പലുമായിരുന്നു ഞാൻ. അപ്പോൾ എന്താണെന്നറിയാവോ? ഇതുപോലെയുള്ള രോഗം അനേകായിരം പേർക്ക് കർത്താവ് സുഖപ്പെടുത്താൻ നിങ്ങളുടെ രോഗം കാഴ്ചവെക്കണം. ഇതേ രോഗമുള്ള അനേകായിരം പേരെ, അനേക ലക്ഷം പേരെ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഇങ്ങനെ മധ്യസ്ഥം വഹിക്കാൻ കൂടിയാണ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം രോഗപീഠ അനുവദിക്കുന്നത്. വെറുതെ ചുമ്മാ സഹിക്കാനല്ല. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും കഷ്ടതകൾ, സഹനങ്ങൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഒരു കൗൺസിലിംഗ് നടത്തിയാൽ കുഴപ്പമില്ല. ഒരാളുടെ ആലോചന ചോദിച്ചാൽ നല്ലതാണ്, ഡോക്ടറെ കണ്ടാൽ നല്ലതാണ്. എന്നാലും സുഖപ്പെടാത്ത രോഗങ്ങളും കഷ്ടതകളും വരുമ്പോൾ ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട്. ഈ സഹനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എഫേസൂസ് 5:20 എല്ലാറ്റിനും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തെ യേശുവിൻ്റെ നാമത്തിൽ സ്തുതിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ മുറി അടച്ചിരുന്നോ, മറ്റുള്ളവർക്ക് ശല്യമില്ലാത്ത അവസ്ഥയിലിരുന്നോ, എൻ്റെ ഈ സഹനത്തെ ഓർത്ത് ദൈവമേ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു,
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്നിങ്ങനെ നമ്മൾ പറയുന്നു. എന്താണ് സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ? അനന്ത സ്നേഹമായ ദൈവത്തോട് പറയാണ്, ഇതിനേക്കാൾ 10,000 മടങ്ങ് തകർച്ച വന്നാലും ഞാൻ ദുഃഖിക്കാൻ പോകുന്നില്ല, ദുഃഖിച്ച് നിരാശപ്പെടാൻ പോകുന്നില്ല. ഞാൻ സ്തുതിച്ചു പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഞാൻ സ്തുതിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും എന്നിലും അനേകരിലും വർഷിക്കാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോട്ടയുടെ ശുശ്രൂഷ തുടങ്ങുന്ന കാലത്ത് അനേകം പേര് മദ്യപാനം നിർത്താൻ വരും. 2 ആഴ്ച നിർത്തിയാൽ അത് കഴിഞ്ഞ് വീണ്ടും കൂടി തുടങ്ങും. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ എനിക്കറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സഹനത്തെ ഓർത്ത് സ്തുതിച്ച് ഇതേപോലെ സഹനമുള്ള, ഇതിനേക്കാൾ സഹനമുള്ള 1,000 പേർക്ക് വേണ്ടി, 10,000 കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, അവരുടെ മേൽ കരുണയായിരിക്കണമേ, തിരുരക്തം കൊണ്ട് അവരെ കഴുകണമേ. എന്താണ് യേശുവിൻ്റെ, ദൈവപുത്രനായ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ പ്രത്യേകത? 1 യോഹന്നാൻ 1:7, ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും കഴുകിക്കളയും. എത്ര പേരുടെ? നിങ്ങൾ വീട്ടിൽ 5 പേരുണ്ട്, 5 പേരുടെ പോരാ, ഒരു 50,000 പേരാകാം. 1000, 10,000 എന്ന് പറഞ്ഞൊരു നമ്പർ വചനത്തിൽ കിടപ്പുണ്ടെങ്കിലും പലരും അതിൻ്റെ മർമ്മം തിരിച്ചറിയുന്നില്ല. സങ്കീർത്തനം 91:7, 1000 നിൻ്റെ ഇടത്തുഭാഗത്തും 10,000 നിങ്ങളുടെ വലത്തുഭാഗത്തും വീഴും. ആരുടെയെങ്കിലും ഈ 91 സങ്കീർത്തനം ചൊല്ലിയിട്ട് ആരുടെയെങ്കിലും വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും ആരെങ്കിലും മറിഞ്ഞു വീണിട്ടുണ്ടോ? ഇത് മനുഷ്യരെക്കുറിച്ചല്ല, മനുഷ്യരെ പീഡിപ്പിക്കുന്ന പൈശാചിക പീഡകൾ. അപ്പോൾ 1000, 10,000 പേർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോൾ എന്താണ് മധ്യസ്ഥം വഹിക്കേണ്ടത്? കർത്താവായ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് അവരെ കഴുകണമേ. ഒരു ദർശന പുസ്തകത്തിൽ ഈശോ അനേകം പ്രശ്നങ്ങളുമായിട്ട് വന്ന പലരെ കൂട്ടി നിർത്തി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം ഞാൻ വായിക്കുകയുണ്ടായി. എൻ്റെ തിരുരക്ത കടലിൽ അവരെ മുക്കണമേ, കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ തിരുരക്ത കടലിൽ, യേശുവിൻ്റെ തിരുരക്തം ലോകം മുഴുവനും വേണ്ടി ചിന്തപ്പെട്ട രക്തമാണ്. യേശുവിൻ്റെ പീഡാനുഭവം, കുരിശുമരണം ലോകം മുഴുവനും വേണ്ടിയുള്ളതാണ്. ക്രിസ്ത്യാനികൾക്കോ കത്തോലിക്കർക്കോ വേണ്ടി മാത്രമുള്ളതല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ വചനം പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളോട് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ നടുവേദന, ലോവർ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നവർ ഒന്ന് കൈപൊക്കണം. ആരെയൊക്കെയോ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. നടുവേദന, നടുവിൻ്റെ അടിയിലുള്ള വേദന അവരുണ്ടായിരുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഓൺലൈനിൽ കാണുന്നവർ അവിടെ എഴുന്നേറ്റുന്നാലും കുഴപ്പമില്ല. കർത്താവ് വാരിക്കോരി സമൃദ്ധമായ രോഗസൗഖ്യം വർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നവര് ഒന്ന് കുനിഞ്ഞ് നിവർന്ന് നോക്കിക്കേ. അങ്ങോട്ടും ഇങ്ങോട്ടും വലത്തോട്ടും ഇടത്തോട്ടും ഒന്ന് ചെരിഞ്ഞൊക്കെ നോക്കിക്കേ. ആർക്കെങ്കിലും രോഗശാന്തി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർ കൈപൊക്കുക. ആർക്കെങ്കിലും നടുവേദന, പുറം വേദന മാറിയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൈപൊക്കുക. മറ്റുള്ളവരിരിക്കുക. അനേകം പേര് അവിടെയും ഇവിടെയുമായി കൈ വീശി കാണിക്കുക. 2 കൈ ഉയർത്തി, 2 കൈയും ഉയർത്തി വീശി കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതിനുള്ള വകുപ്പ് എന്നാന്നൂടെ പറയാം. 1 പത്രോസ്, ഇരുന്നോളുക, 2:24. അവിടുന്ന് തൻ്റെ പീഡാനുഭവത്തിൽ, 1 പത്രോസ് 2:24, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം തിരുവചനം, 1 പീറ്റർ 2:24. അവിടുന്ന് നമ്മുടെ പാപങ്ങളും രോഗങ്ങളും വഹിച്ചുകൊണ്ട്
കുരിശിലേറി. അത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയേറ്റി കുരിശിലേറിയത്. നമ്മൾ പാപത്തോട് മരിച്ച് നീതിക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പാപത്തോട് നാം പോരാടണം, പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 11 വയസ്സുള്ള മരിയ ഗൊരേത്തി, ഒരു വീടിൻ്റെ 2 വശത്തായിട്ട് 2 കുടുംബം വാടകയ്ക്ക് താമസിക്കുകയാണ്. 11 വയസ്സുള്ള മരിയ ഗൊരേത്തിയെ വ്യഭിചാരത്തിന് വേണ്ടി അലക്സാണ്ടർ എന്ന 18 വയസ്സുകാരൻ പലതവണ പ്രലോഭിപ്പിച്ചു. അവസാനം അനേകം കുത്തി അവൾ മരണപ്രായയായി. അവൾ പിന്നീട് ആശുപത്രിയിൽ വെച്ച് കുമ്പസാരിപ്പിക്കാൻ ചെന്ന് വികാരം ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അലക്സാണ്ടറിൻ്റെ മാനസാന്തരം. അവൾക്ക് വേണ്ടി രോഗം സുഖപ്പെടണമെന്നോ കുറച്ച് നാളോട് ജീവിച്ചിരിക്കണമെന്നോ പറഞ്ഞില്ല. അത്രമാത്രം ആത്മീയ ഉൾക്കാഴ്ച 11 വയസ്സുള്ള കുട്ടിക്കുണ്ടായിരുന്നു. എത്രമാത്രം? മത്തായി 16:26. മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്തു പ്രയോജനം? അല്ലയോ മനുഷ്യ, നിന്റെ ആത്മാവിന് മറുവിലയായി നീ എന്തു കൊടുക്കും? ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില ഒരു ലോകം മുഴുവനേക്കാൾ ആണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അലക്സാണ്ടർ ചക്രവർത്തി, മാസിഡോണിയയിലെ ചക്രവർത്തി, ഫിലിപ്പ് രാജാവിൻ്റെ മകൻ 30 വയസ്സായപ്പോൾ അന്ന് അറിയപ്പെടാവുന്ന ലോകമെല്ലാം യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി. ഒരുപാട് പേരെ ആ യുദ്ധത്തിൽ കൊന്നു കാണും. അവസാനം അവനും പരിക്കേറ്റു. മരിക്കാറായപ്പോൾ അവൻ എന്താ പറഞ്ഞത്? എന്നെ ശവമടക്കാൻ കൊണ്ടുപോകുമ്പോൾ എൻ്റെ 2 കൈയും പുറത്തിട്ട് കൊണ്ടുപോകണം. ഞാൻ ഈ ലോകത്തിൽ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകം മുഴുവനും അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഒരു തുണിക്കഷ്ണം പോലും നമ്മൾ കൊണ്ടുപോകുന്നില്ല. ദൈവത്തെ പ്രതി, യേശുവിനെ പ്രതി വചനമനുസരിക്കാൻ വേണ്ടി ചെയ്ത പുണ്യങ്ങളും ത്യാഗങ്ങളും സഹനങ്ങളും സ്വർഗത്തിൽ നിക്ഷേപമായിട്ടുണ്ടാകും. മറ്റെല്ലാം നഷ്ടമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെയും, ഈ ശുശ്രൂഷയുടെ ഇടയ്ക്ക് രോഗശാന്തി സന്ദേശങ്ങൾ പറയുന്നത് ഈ പന്തലിന് അടിയിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, അങ്ങ് വിദൂരങ്ങളിൽ ഓൺലൈൻ ശുശ്രൂഷയിൽ കൂടുന്നവർക്കും ഇതേ ഓൺലൈൻ ശുശ്രൂഷ പിന്നീട് യൂട്യൂബിൽ കാണുന്നവർക്കും വേണ്ടിയുള്ളതാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നടത്തിപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ഓൺലൈൻ ശുശ്രൂഷയിലെ രോഗശാന്തി സന്ദേശം ഡിലീറ്റ് ചെയ്തിട്ട് വചനം മാത്രം എടുത്ത് പ്രസിദ്ധീകരിക്കുന്ന ചിലരുണ്ട്. അത് അവർക്ക് ദൂഷ്യമാണ്. കാരണം യേശുവിൻ്റെ വചനം പറയുന്നത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ആന്തരിക സൗഖ്യവും ശാരീരിക സൗഖ്യവും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം വർഷിച്ചുകൊണ്ടിരിക്കും. എപ്പോഴെല്ലാം വചനം കേൾക്കുന്നവരെ എൻ്റെ ചില പ്രോഗ്രാം എടുത്ത് അതിനകത്തെ രോഗശാന്തി സന്ദേശം മാറ്റിക്കളഞ്ഞിട്ട് ഇടുന്നവരുണ്ട്. ഞാൻ അവരെ ആക്രമിക്കാനൊന്നും പോയിട്ടില്ല, കുറ്റപ്പെടുത്താനൊന്നും പോയിട്ടില്ല. ഞാൻ പറയുകയാണ്, വചനം അതിൽ തന്നെ അനന്തമൂല്യമാണ്, അനന്ത ശക്തിയുള്ള വചനമാണ്. വചനം കേൾക്കുമ്പോഴെല്ലാം കേൾക്കുന്നവർക്ക് പരിശുദ്ധാത്മാഭിഷേകവും അത്ഭുത രോഗശാന്തിയും സാമ്പത്തിക തകർച്ചയിൽ നിന്നുള്ള മോചനവും എല്ലാം കൊടുക്കും. അതിൻ്റെ ഒരു കാരണം എന്നാന്ന് പറയട്ടെ, ഈ ലോകം മുഴുവൻ കോടാനുകോടി നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരും സകല ജീവജാലങ്ങളും ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഒറ്റ വാക്കുകൊണ്ടാണ്. ഒറ്റ വാക്കുകൊണ്ടാണ്. ലോകാവസാനത്തിൽ ദൈവം തൻ്റെ ഈ വാക്ക് പിൻവലിക്കും.
അപ്പം സകല ചരാചരങ്ങളും ശൂന്യതയിലേക്ക്, സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും ശൂന്യതയിലേക്ക് പിൻവാങ്ങും. എന്നാൽ മനുഷ്യൻ നിലനിൽക്കും. മനുഷ്യൻ്റെ ആത്മാവ് നശിച്ചു പോകുകയില്ല. നിത്യകാല സൗഭാഗ്യത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ സകല സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങളും സകല ജീവജാലങ്ങളും അപ്രത്യക്ഷമാകും. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ നിലനിൽക്കും. അവന് നിത്യകാല സൗഭാഗ്യമാണ് ദൈവം നൽകാൻ ഒരുങ്ങിയിരിക്കുന്നത്. അതിനുവേണ്ടി ഒരുക്കാനാണ് ഓരോ ധ്യാനങ്ങളും ഓരോ കൺവെൻഷനുകളും. മർമ്മപ്രധാനമായ സന്ദേശം മർക്കോസ് 1:15 പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. കൈ നീട്ടിയാൽ എത്തിപ്പിടിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ. ഏതാനും രോഗശാന്തി സന്ദേശങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ശക്തമായ വയറുവേദന, കുടൽ സംബന്ധമായ അസുഖം, വയറു വീർത്തു വരിക, ഇങ്ങനെയുള്ള 16ഓളം പേർക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. ഈ കൺവെൻഷൻ പന്തലിൽ മാത്രമല്ല, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ. ഈ വചനം വീണ്ടും ഓൺലൈൻ വഴി കേൾക്കുമ്പോഴോ യൂട്യൂബ് വഴി കേൾക്കുമ്പോഴോ ഇതുപോലെയുള്ള അനേകം അത്ഭുതങ്ങളും കർത്താവ് വർഷിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായ തലവേദന, മൈഗ്രെയിൻ, തലയ്ക്ക് പരുക്ക് പറ്റിയത് മൂലമുള്ള അസ്വസ്ഥതകൾ, ഇങ്ങനെയുള്ള 37ഓളം പേരെ കർത്താവ് പ്രത്യേകം സ്പർശിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. നടക്കാൻ ബുദ്ധിമുട്ട്, വേരിക്കോസ് വെയിൻ, കാൽപാദത്തിന് വേദന, കാൽമുട്ടിന് വേദന, ഇങ്ങനെയുള്ള 22ഓളം പേരെ കർത്താവ് സ്പർശിക്കുന്നു. ഈ പ്രവചനം തരുമ്പോൾ കർത്താവ് ഈ പീഡകൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും തന്നുകൊണ്ടിരിക്കും. എന്നിട്ട് പറയും ഇത്ര പേരെ സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊണ്ടവേദന, തൊണ്ടയിൽ ശബ്ദ തടസ്സം, ഇങ്ങനെ അനുഭവപ്പെടുന്ന 33ഓളം പേർക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട്, കോളർ ധരിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള 7 പേരെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നു. ആമാശയത്തിൽ ക്യാൻസർ ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റോമിൽ ഫ്രാൻസിസ് പാപ്പായുടെ നേതൃത്വത്തിലുള്ള ഒരു ധ്യാനത്തിൽ വിൻസെൻഷൻ അച്ഛന്മാർ ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു. 1200 പേരുടെ ധ്യാനത്തിൽ ഫ്രാൻസിസ് പാപ്പ വൈദികരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന സന്ദേശം പങ്കുവെക്കണം. അത് ആൾക്കാർ വിശ്വസിക്കുമോ? യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അതിനുള്ള വഴി ഈ കാലയളവിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ അവരുടെ മുമ്പിൽ പങ്കുവയ്ക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായിരിക്കണം അതിൻ്റെ വ്യാഖ്യാനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിൽ മുൻകോപം ഒരു ശല്യം പോലെ കുടുംബത്തിൽ വഴക്കുണ്ടാക്കുന്നു, തെറി പറയുന്നു. മുൻകോപമുള്ളവർ തിരുത്തണമെന്ന് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിക്ക്, ഒന്ന് എഴുന്നേറ്റ് വന്നേ, എഴുന്നേറ്റ് വയ്ക്കുക. ഈ ശുശ്രൂഷയിൽ 50ഓളം പേരുടെ മുൻകോപം ഓൺലൈനിൽ സംബന്ധിക്കുന്നവരുടെയും ഇവിടെയുള്ളവരുടെയും കർത്താവ്
പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ നീക്കിക്കളയുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, നിങ്ങൾ വൈദികരുടെ നിങ്ങൾ പോയി ലോകമെങ്ങും പോയി യേശു ഇന്നും ജീവിക്കുന്നു എന്ന് പറയുക. സാക്ഷ്യത്തിലൂടെ പറയാൻ പറ്റും. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ 2 പ്രേക്ഷിതർ ഇപ്പോൾ സ്റ്റേജിൽ ഈ സ്ഥലത്തേക്ക് വരിക. ബാലകൃഷ്ണൻ ജോവേൽ, രത്നവല്ലി എസ്തർ, ഭാര്യയും ഭർത്താവുമാണ്. അവർ ഈ സ്റ്റേജിലേക്ക് ഒന്ന് വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാലകൃഷ്ണൻ അല്ലേ, ജോവേൽ, കരിയാട് മധ്യസ്ഥ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ഒരു ധ്യാനമുള്ള സമയത്ത് അവിടെ വന്ന് ധ്യാനം കൂടുകയാണ്. അപ്പോൾ ധ്യാനഗുരു വിളിച്ചു പറഞ്ഞു, കക്ഷത്തിൽ മുഴയുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു. ഇനി ബാക്കി പറഞ്ഞേ. എത്ര കൊല്ലത്തെ മഴയാ സുഖപ്പെടുന്നത്? 20 വർഷത്തെ മഴയാണ് പോയത്. 22 കൊല്ലം മഴ ഈ വചന സന്ദേശം പറഞ്ഞപ്പോൾ മഴ പൊട്ടി രക്തമൊഴുകി മുറിയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്. എത്രയോ സ്ഥലത്ത് ചികിത്സിച്ച് കാണും. ബാലകൃഷ്ണൻ ജോവേൽ, ഒന്ന് കൈയടിച്ചേ. അദ്ദേഹത്തിന്റെ ഭാര്യ രത്നവല്ലി എസ്തർ. എന്നിട്ട് മാറിയുന്നേ. എന്തായിരുന്നു രോഗം? എനിക്ക് 2012 ശക്തമായ ക്യാൻസർ രോഗം പിടിപെട്ടു. 5 കൊല്ലമായിട്ട് വയറിൽ ക്യാൻസർ ആയിരുന്നു. ചികിത്സ ഒരുപാട് ചെയ്തു, ഫലമുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഗുഡ്നസ് TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഗുഡ്നസ് TVയിൽ നിന്നൊരു പ്രകാശം രോഗമുള്ള ശരീരഭാഗത്തേക്ക് വന്ന് കേറുന്നതായിട്ട് അനുഭവപ്പെട്ടു. പിന്നെ ഇതുവരെ ക്യാൻസർ ഉണ്ടായിട്ടില്ല. ഇപ്പം എത്ര കൊല്ലമായി? 9 വർഷമായിട്ട് ക്യാൻസർ ഇല്ല. ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട സ്ത്രീ, പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നയാള്, പക്ഷെ രോഗം പിടിപെട്ടു. 5 കൊല്ലം രോഗവും ചികിത്സയായിട്ട് നടന്നു. പക്ഷേ ദൈവം തെരഞ്ഞെടുത്തതുകൊണ്ട് ഈ അഭിഷേകം കഴിഞ്ഞ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ എത്ര കൊല്ലമായിട്ടുണ്ട് ഇപ്പം? 3 വർഷം ശുശ്രൂഷകരായി. ഒന്നുകൂടെ കൈയടിച്ചേരെ. വേറെ ഒരുപാട് സാക്ഷ്യമുണ്ട്, അതൊന്നും പറയാൻ ഇപ്പം നേരമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഹല്ലേലൂയ. ഓരോ അത്ഭുത സാക്ഷ്യവും എന്താ വെളിപ്പെടുത്തുന്നത്? യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ലോകാരംഭം മുതൽ ജീവിച്ചു മരിച്ചുപോയ എത്ര കോടി പേര് കാണും? ഇപ്പം തന്നെ 800 കോടി ഉണ്ടെന്ന് കൂട്ടിക്കോ. ഓരോ തലമുറയിലും 8,000, 80,000, 8 ലക്ഷം കോടിയൊന്നുമല്ല. ഇവരെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും പറയാവുന്നൊരു കാര്യം എന്താ? അവർ മരിച്ചു, അതോടെ അവരുടെ കാര്യം അവസാനിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ലോകാവസാനത്തിൽ അന്ത്യവിധിയുടെ സമയത്ത് എല്ലാവരും ഉയർപ്പിക്കുമ്പോൾ അവർ ഉയർക്കും. അല്ലെങ്കിൽ മരിച്ച ശേഷം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ആരാണത്? യേശു. ഹല്ലേലൂയ. ഓണം കേറാ മൂല പോലെ കിടന്ന പോട്ട ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടാൻ കാരണം യേശുവും പരിശുദ്ധാത്മാവുമാണ്. ഹല്ലേലൂയ. 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 യേശു താൻ വളർന്നു വന്ന സ്ഥലമായ കഫർനഹൂമിൽ സിനഗോഗിൽ വന്നപ്പോൾ അവിടുത്തെ പുരോഹിതൻ യേശുവിൻ്റെ കയ്യിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുത്തു കൊടുത്തു. തുറന്നപ്പോൾ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നൊരു ഭാഗമാണിത്.
ലൂക്ക 4:18-19. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഇതാണ് വിൻസെൻഷ്യൻ സഭയുടെ പിതാവായ സെൻറ്റ് വിൻസെൻ്റ് പോൾ അവിടുത്തെ ശിഷ്യർക്ക് കൊടുത്തത്, ഇപ്പോൾ നമുക്കും തരുന്നത്. ഇതുപോലെയുള്ള വചനം ജീവനുള്ള വചനമാണ്. ആകയാൽ വചനം നമ്മൾ എവിടെയെങ്കിലും ശേഖരിച്ചു വെച്ച് അത് വീണ്ടും വീണ്ടും ഒരു 3 പ്രാവശ്യം, ഒരു 10 പ്രാവശ്യം പറയുക കാലത്ത്, പിന്നെ സമയം കിട്ടുമ്പോൾ ഒന്നുകൂടെ പറയുക, പിന്നെ സമയം കിട്ടുമ്പോൾ ഒന്നുകൂടെ പറയുക. അപ്പോൾ ഈ അഭിഷേകം, ക്രിസ്തുവിലുണ്ടായിരുന്ന ഇതേ അഭിഷേകം നമ്മളിൽ, നമ്മുടെ തലമുറയിൽ, നമ്മുടെ കുടുംബത്തിൽ വന്നു നിറയും. വചനം മാംസം ധരിക്കുന്നത് പോലെയുള്ള അഭിഷേകം നമുക്കുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഫോട്ടോ കൺവെൻഷനിലേക്ക് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു യാദൃച്ഛിക പരിപാടിയല്ല, യാദൃച്ഛികമല്ല. കുറേ പേര് ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പ് കൊടുത്തതുകൊണ്ടുമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 6:37, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. അപ്പം പിതാവായ ദൈവം നമ്മെ യേശുവിൻ്റെ രക്ഷയിലേക്ക്, പരിശുദ്ധാത്മാവിലേക്ക് തിരഞ്ഞെടുത്തതുകൊണ്ടാണ് നമ്മൾ ഇന്നും എന്നും ഇവിടെയും ഇതുപോലെയുള്ള ശുശ്രൂഷാ കേന്ദ്രങ്ങളിലും പോകുന്നതും വചനം കുറിച്ചെടുക്കുന്നതും. ഡാനിയേലച്ചൻ്റെ പ്രസംഗത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യൂട്യൂബിലൂടെ. വചനം കേൾക്കാനിരിക്കുമ്പോൾ നോട്ട്ബുക്കും പേനായും ബൈബിളും കൈ വേണം. അല്ലെങ്കിൽ ഒരു ചെവിയെ കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ പോകും, മറന്നു പോകുക എന്നുള്ളത് മാനുഷികമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട വചനം, പ്രത്യാശ നൽകുന്ന വചനം ഓരോരുത്തരും ശേഖരിക്കണം. സമയം കിട്ടുമ്പോൾ അത് വീണ്ടും വീണ്ടും വായിക്കണം, ഏറ്റുപറയണം. വചനം ഏറ്റുപറയുന്ന എന്ന് പറയുമ്പോൾ യേശുവിനെ ഏറ്റുപറയുന്നതാണ് അർത്ഥം. യോഹന്നാൻ 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഒരു ശുശ്രൂഷിക എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ മുറിയിൽ ധാരാളം മൂട്ട വന്ന് കടിക്കുകയാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനൊരു 10 വചനം എഴുതിയൊരു കടലാസം കൊടുത്തു, ഇത് പറയാൻ പറഞ്ഞു. അത് പല പ്രാവശ്യം പറഞ്ഞു, മൂട്ട തിരിഞ്ഞു നോക്കുന്നില്ല. വചനം അറിയാവുന്നവരെ ഉപദ്രവിക്കാൻ മൂട്ടയോടോ പിശാചിനോടോ പറഞ്ഞിട്ടില്ല. നമുക്ക് കേൾക്കത്തക്ക രീതിയിൽ വചനം പറയണം. നമുക്ക് കേൾക്കത്തക്ക രീതിയിൽ പറഞ്ഞാൽ പിശാചിന് കേൾക്കാം, അവന് സ്ഥലം വിടും. പിശാചിനെ ഓടിക്കാനുള്ള വരമാണ് വചനം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ആകയാൽ യേശു കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ പോരാ. വിശ്വസിച്ചാൽ നമുക്ക് കൊള്ളാം, പക്ഷേ ശത്രുവായ പിശാച് നമ്മുടെ പരിസരത്തിൽ നിന്ന് പോകണമെങ്കിൽ നമ്മൾ വചനമേറ്റു പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മുറിയിൽ സാധാരണ ഒരു കൊതുകേ വരാറുള്ളൂ. അതെന്താ? അത് ഈ വചനം പറയുന്നതുകൊണ്ട് കൊതുക് പറയാണ്, ഞങ്ങളുടെ വർഗം തന്നെ കീഴ്പ്പെട്ടു പോയി. ഞാനിത് സന്ദേശമായിട്ട് വരുന്നതാണ്, ഞാൻ കടിക്കാൻ വരുന്നല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ധ്യാന മന്ദിരത്തിൽ ചെന്നപ്പോൾ ഭയങ്കര കൊതുക്. ഒരു 5-8 അച്ഛന്മാരിങ്ങനെ കൂടി നിൽക്കുക. കൊതുക് ഇങ്ങനെ, ധ്യാനം കഴിഞ്ഞു, കൺവെൻഷൻ കഴിഞ്ഞു, വലയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഒരു വചനം പറഞ്ഞാൽ പോകാനേ ഉള്ളൂ. ലൂക്ക 10:17-18, സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് നിപതിക്കുന്നത്. സാത്താൻ ഇരിക്കുന്ന ഒരു സ്വർഗം കൊതുകാണ്, മറ്റൊന്നാണ് മൂട്ട, മറ്റൊന്നാണ് കാട്ടാന, മറ്റൊന്നാണ് കാട്ടുപന്നി, മറ്റൊന്നാണ് പന്നി. ഇന്ന് പത്രത്തിൽ വായിച്ചു, ഒരു ഓട്ടോറിക്ഷക്കാരൻ പോകുമ്പം ഒരു പന്നി ഒറ്റച്ചാട്ടം, ആള് മരിച്ചു.
കൊലപാതകി സാത്താൻ. ഇവൻ മൃഗങ്ങളിൽ കയറി കൂടുകയാണ്. എന്തിന്? വചനം പഠിക്കാത്ത മനുഷ്യരെ പഠിപ്പിക്കണം. വചനം സമം ദൈവം. വചനം സമം ദൈവം. ഒരു മനുഷ്യ വ്യക്തിക്ക് ദൈവം 24 മണിക്കൂർ തന്നിട്ടുണ്ട്. 10 ദശാംശം ദൈവത്തിന് കൊടുക്കണം. വചനം പഠിക്കാൻ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കാൻ. കാരണം എന്താണ്? അത് യേശുവിൻ്റെ മുഴുവൻ ജീവിതവുമാണ്. യേശുവിൻ്റെ മനുഷ്യാവതാരവും 30 കൊല്ലത്തെ രഹസ്യ ജീവിതവും 3 കൊല്ലത്തെ പരസ്യ ജീവിതവും പീഡാനുഭവവും കുരിശുമരണവും ഉൾപ്പെടുന്ന യേശുവിൻ്റെ മുഴുവൻ ജീവിതമാണ് കുർബാനയിൽ. നിങ്ങളിത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്നാണ് പറഞ്ഞത്, അല്ലാതെ പെസഹയുടെ ഓർമ്മയ്ക്കായി ചെയ്യാനല്ല പറഞ്ഞത്, ദുഃഖവെള്ളിയുടെ ഓർമ്മയ്ക്കായി ചെയ്യാനല്ല പറഞ്ഞത്. യേശുവിൻ്റെ മുഴുവൻ ജീവിതവുമാണ് കുർബാനയിൽ. ആ കുർബാനയിൽ നമ്മൾ തലേ ദിവസം തൊട്ട് ഒരുങ്ങണം. കുർബാനയുടെ ഒരു നിയോഗം എഴുതണം. ഒരു നിയോഗം ഞാൻ പറഞ്ഞു തരാം. വിശുദ്ധ കുർബാന അനന്ത യോഗ്യതയുള്ള ദിവ്യബലി. അതിൻ്റെ അടിയിലൊരു വചനം നമ്പർ എഴുതിയാലും മതി, കാണാതീരം. 1 യോഹന്നാൻ 2:2. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ് വിശുദ്ധ കുർബാന. യോഹന്നാൻ 1:29 ഈശോ കടന്നു വരുന്നത് സ്നാപക യോഹന്നാൻ കണ്ടു. അപ്പോൾ സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ലോകമെമ്പാടുമുള്ള 260 കോടി ക്രിസ്ത്യാനികളുണ്ട്, എല്ലാ സഭക്കാരും. ആ 260 കോടി ഒന്ന് എഴുതിയിട്ട് നമ്മൾ ഉദ്ദേശമുണ്ട് അവരെല്ലാം തിരുരക്തം കൊണ്ട് കഴുകണം. തിരുരക്തം അത് നമ്മുടെ ഹൃദയത്തിലുണ്ട്. തിരുരക്ത കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. 260 കോടി ക്രിസ്ത്യാനികൾ, പിന്നത്തെ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അബ്രാഹത്തിൻ്റെ സന്തതിയിൽപ്പെട്ട ഇസ്മായേലിൻ്റെ വകുപ്പിൽപ്പെട്ടവരാണ്. അവർ നമ്മുടെ ഫസ്റ്റ് കസിൻസ് ആയിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ആദ്യം ക്രിസ്ത്യാനികൾക്ക്, പിന്നെ ആർക്കാ? മുസ്ലിങ്ങൾ. 200 കോടി മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ക്രിസ്ത്യാനിയെ അല്ല, 200 കോടി മുസ്ലിങ്ങളെ ഓരോരുത്തരെയും എല്ലാവരെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ. അവർക്കും വേണ്ട ആന്തരിക സൗഖ്യം, അവർക്കും വേണ്ട ദൈവസ്നേഹാനുഭവം. പിന്നെ ആരെ എഴുതി വെക്കുന്നത്? നാനാജാതി മതസ്ഥരായ കോടാനുകോടി പേര്, അവരും എഴുതി വെക്കാം. എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത്? അവരെല്ലാം, ഓരോരുത്തരെല്ലാം യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ. ഭാരതത്തിൽ 150 കോടി ജനമുണ്ട്. 150 കോടി എന്ന് എഴുതിക്കോ. നമ്മുടെ ഹൃദയത്തിൽ ഈ ദാഹം വേണം. എല്ലാവരും യേശുവിൻ്റെ രക്ഷയിലേക്ക് വരണം. എല്ലാവരും പരിശുദ്ധാത്മാവിലേക്ക് വരണം. ഈ ദാഹം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 6:37 പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഈ വചനങ്ങൾ ഒരു 10 പ്രാവശ്യമോ 50 പ്രാവശ്യമോ പലപ്പോഴായിട്ട് ഏറ്റു പറയണം. അപ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് വന്നറിയും. യോഹന്നാൻ 6:63 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്, ശരീരത്തിനും മനസ്സിനും ജീവൻ, സൗഖ്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ മനസ്സിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പാട്ട് ഓർമ്മയിൽ വന്നു. പാട്ടുകാർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ പാടാം. വചന പെരുന്നാളു വരുന്നേ, വചന മഹോത്സവം വരുന്നേ, വചനത്തിൻ നാഥൻ ശ്രീയേശുനാഥൻ വരുന്നേ, വചന മഹാവിരുന്നു തരുന്നേ, വചന പെരുന്നാളു വരുന്നേ, വചന മഹോത്സവം
വരുന്നേ. വചനത്തിൻ നാഥൻ ശ്രീയേശുനാഥൻ വരുന്നേ. വചനമഹാ വിരുന്നു തരുന്നേ. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 6:65 അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാൽ അല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പിതാവിൽ നിന്ന് വരം ലഭിച്ച, നമുക്ക് വരം ലഭിച്ചിട്ടുണ്ട്. ശുശ്രൂഷകൾക്കുള്ള വരം ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വരം ലഭിച്ചിട്ടുണ്ട്. വചനം പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള വരം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള അതിവിശിഷ്ടമായ വരദാനങ്ങൾ തരുന്നതിന് വേണ്ടി ദൈവം എന്ത് ചെയ്യും? നമ്മുടെ ഭൗതികമായ സുഖ സൗകര്യങ്ങളും വലിയ നേട്ടങ്ങളും ഒന്ന് കട്ട് ഡൗൺ ചെയ്യും. സഹനം അനുവദിക്കും. സഹനം അനുവദിക്കുമ്പോൾ നമ്മൾ ആദ്യം സഹനം മാറ്റണേ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം പോകും. സഹനത്തെ പ്രതി സ്തുതിച്ച് ഇതേപോലെ തകർച്ചയും സഹനമുള്ള 1000, 10,000, 50,000 പേർക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ 50,000 എന്ന് പറയാനൊരു കാരണമുണ്ട്. എൻ്റെ അപ്പനും അമ്മയും മരിക്കാറാകുന്ന അവസരം മരിച്ചു. അപ്പോൾ എൻ്റെ അപ്പം മരിച്ചത് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ 25ാം വർഷം ജൂബിലിയുടെ സമയത്താണ്. ഇത് 50ാം വർഷമായി അപ്പനും അമ്മയും മരിച്ചു പോയിട്ടുണ്ട്. അപ്പൻ്റെ അമ്മയുടെയും അവസരമായിരിക്കുന്ന കാലത്ത് ഞാൻ വീട്ടിൽ പോയിട്ട് കോട്ടയ ആശ്രമത്തിൽ വന്നിരിക്കുമ്പോൾ ഒരാളോടെന്ന പോലെ മുഖത്തോട് മുഖം കർത്താവ് എന്നോട് സംസാരിച്ചു. ഇനി അപ്പൻ്റെയും അമ്മയുടെയും കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലെ 50,000 എന്ന് പറഞ്ഞോണം. അപ്പോൾ 1,00,000 ഇത് വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്ന, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന 50,000 വൃദ്ധജനങ്ങളെ, അവസരമായി കഴിയുന്നവരെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. കൈയടിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏതാനും രോഗശാന്തി സന്ദേശങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. കണ്ണിൻ്റെ കാഴ്ചമങ്ങൽ, കണ്ണിന് ഇൻഫെക്ഷൻ ബാധിച്ചിരിക്കുന്നു. 18ഓളം പേർക്ക് അത്ഭുത സൗഖ്യം കർത്താവ് നൽകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മഹത്യാ പ്രവണത, മരണഭയം, ഇങ്ങനെയുള്ള 18ഓളം പേരെ ഈശോ അതിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളില്ലാതിരുന്ന 4 ദമ്പതികളെ ശിശുദാനം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോഴത്തെ കേരള മന്ത്രിസഭയിലെ 4-5 മന്ത്രിമാർ ഡിവൈനിൽ വന്നു. സ്റ്റേജിൽ അവർക്ക് സ്വീകരണമുണ്ടായിരുന്നു. അങ്ങോട്ട് പോയാൽ ഉടനെ രക്ഷപ്പെടാൻ പറ്റാത്തതുകൊണ്ട് വഴി വെച്ച് കണ്ട് ഹലോ എന്നൊക്കെ പറഞ്ഞ് പിരിയാനാണ് ഞാൻ പോയത്. അപ്പോൾ ഒരു മന്ത്രി ഇങ്ങനെ പല പ്രാവശ്യം എന്നെ കൈകാട്ടി വിളിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പോകാതിരിക്കാൻ നിവൃത്തിയില്ലായി. സ്റ്റേജിൽ കയറി അദ്ദേഹം പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം കൺവെൻഷൻ വരുമ്പോൾ ഞാനും ഭാര്യയും അച്ഛനെ കാണാൻ വന്നു. അന്ന് ഞങ്ങൾ മക്കളില്ലായിരുന്നു വർഷങ്ങളായിട്ട്. അച്ഛൻ പറഞ്ഞു, ഇത് മക്കളില്ലാത്ത അനേകായിരം ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കാര്യം പണ്ടേ പറഞ്ഞു കഴിഞ്ഞതാണ്, ഇനി അതും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 2 മക്കളായി, ഒരാൾ ഡോക്ടറായി, ഒരാൾ എൻജിനീയറായി പഠിക്കും. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം പിതാവ് അറിയുന്നു. നമ്മുടെ അപേക്ഷകൾ, ഭൗതികമായ ആവശ്യങ്ങൾ, സ്ഥലം വിൽക്കണം, പുതിയ വീട് വേണം, അപേക്ഷകൾ എഴുതി വെക്കാം. ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും രൂപക്കൂട്ടി വെക്കാം, പാത്താമ്പുസ്തകം വെക്കാം. പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കരുത്. പറയുകയാണെങ്കിൽ തക്ക സമയത്ത് കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു എന്നാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ടത്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നന്ദി പറയാൻ നേരമില്ല എന്നൊരു കുഴപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടിച്ച കോളായി എന്ന് പറഞ്ഞൊരു ഓട്ടമാണ്. 10 കുഷ്ഠരോഗികൾ വഴിയിൽ വെച്ച് ഈശോ സുഖപ്പെടുത്തി. പോയി പുരോഹിതനെ കാണിക്കാമെന്ന് പറഞ്ഞു. പോയ പോക്കിന് അവർക്ക് മനസ്സിലായി അവരുടെ സൗഖ്യം പൂർത്തിയായെന്ന്.
അതിലൊരു വിജാതിയൻ മാത്രം, ഒരു സമ്പ്രദായക്കാരൻ മാത്രം നന്ദി പറയാൻ വന്നു. യേശു ചോദിച്ചു, മറ്റുള്ളവരെവിടെ? മറ്റുള്ളവർ ബിസി മണി മേക്കിംഗ്, അങ്ങോട്ടോട്ടം, മനുഷ്യപ്രീതി, മനുഷ്യസ്നേഹം, മനുഷ്യരുടെ കയ്യടി കിട്ടണം, അതിൻ്റെ പുറകെ പോവാണ്. ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെയൊന്നും ആയിരിക്കരുത്. ഹല്ലേലൂയ. നന്ദി സ്തുതി പറയാനും വചനം പഠിക്കാനും വിശുദ്ധ കുർബാന ആരാധനയിൽ സംബന്ധിക്കാനും മിനിമം 10-1, അത്രയത് 2.25 2.5 മണിക്കൂർ. 10-1 10-2 ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. 2.5-3 മണിക്കൂർ അടുത്ത് ദേവാലയമുണ്ട്, വിശുദ്ധ കുർബാനയുടെ ആരാധനയുണ്ട്, പോയി അവിടെ ചെല്ലണം. ഈശോ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ കാര്യം 2, 3, 4 മിനിറ്റ് നാം പറഞ്ഞു നിർത്തേക്കണം. ഞങ്ങളെക്കാൾ തകർച്ചയുള്ള ദുരിതം അനുഭവിക്കുന്ന 5 വൻകരകളിലേക്കും പ്രാർത്ഥന പോകട്ടെ. അനേകായിരങ്ങൾ, അനേക ലക്ഷങ്ങളെ നിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, എൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ. ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. ഒന്ന് കൈയടിച്ചേ. ബ്രസ്റ്റിൽ ക്യാൻസർ ഉള്ള ഒരു സഹോദരിയെ കർത്താവ് പ്രത്യേകം സ്പർശിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമേരിക്കക്കാരത്തി ഒരു സ്ത്രീ ഇവിടെ വന്നൊരിക്കൽ സാക്ഷ്യം പറഞ്ഞിരുന്നു. അവർ 300 പേരുള്ളൊരു ധ്യാനത്തിൽ ന്യൂജേഴ്സിയിൽ നമ്മുടെ ധ്യാന മന്ദിരത്തിൽ സംബന്ധിക്കുമ്പോൾ ഇവർക്ക് ക്യാൻസർ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ അവസാനം രക്ഷപ്പെടാനൊരു വഴിയായിട്ട് പറഞ്ഞു കൊടുത്തു. വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ 40 സ്വർഗസ്ഥനായ പിതാവ് 9 ദിവസത്തേക്ക്, 9 വിശ്വാസ പ്രമാണം 9 ദിവസത്തേക്ക്, 12 എത്രയും മാതാവ് 9 ദിവസത്തേക്ക്. ഇതെല്ലാം സ്വർഗസ്ഥനായ പിതാവ് ആര് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്? ഈശോ പഠിപ്പിച്ചു. എന്താ അതിനകത്ത് പറയുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ലോകം മുഴുവനും അറിയപ്പെടണം. ദൈവം അനന്ത സ്നേഹം, അനന്ത കരുണ, അങ്ങയുടെ രാജ്യം വരണം, എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. അതാണ് ദൈവരാജ്യം. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. എന്താണ് ദൈവ തിരുമനസ്? ഒരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യരക്ഷ പ്രാപിക്കണം, നിത്യജീവനിലേക്ക് വരണം. ഒരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നുള്ളവരൊന്ന് കൈപൊക്കിക്കേ. പയ്യെ കൈ പൊങ്ങി വരുന്നേ ഉള്ളൂ, ഒരു കൈയേ പൊങ്ങിയിട്ടുള്ളൂ താനും. ലോകത്തിലുള്ള എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ യേശുവിനെ അറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ് ദൈവമക്കളുടെ അനുഭവം ലഭിക്കണം. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കണം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഇതിനെല്ലാം ശക്തിയുള്ളതാണ്. ഒരു ദിവസം 5 ലക്ഷം കുർബാനയുണ്ട്, 4.5 ലക്ഷം ലോകം. അത് കാഴ്ചവെക്കാം നമുക്ക്. നമ്മുടെ കുർബാനയോടൊപ്പം വിശുദ്ധ കുർബാന അനന്ത യോഗ്യതയുള്ള ഇതിൽ ബ്രാക്കറ്റിൽ എഴുതിയിടാം. 5 ലക്ഷം കുർബാന ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്നത്. ആ കുർബാനയിൽ നിന്ന് ശക്തി ഒഴുകും നമ്മുടെ വിശ്വാസം വഴി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വല്ലാത്ത ക്ഷീണം, നടക്കാൻ ബുദ്ധിമുട്ട്, വീഴാൻ പോകുന്നത് പോലുള്ള അനുഭവം, ഇങ്ങനെയുള്ള 87ഓളം പേരെ കർത്താവ് തൊടുന്നു. ഇവിടെ മാത്രമല്ല, ഓൺലൈനിൽ. ഇപ്പോൾ മാത്രമല്ല, വീണ്ടും വീണ്ടും വചനം കേൾക്കുമ്പോൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഗുഡ്നസ് TV-യിൽ ഇങ്ങനെ ഒരു വചനം പറഞ്ഞു. വീട്ടിൽ തളർന്നു കിടക്കുന്ന ഒരു തളർവാദ രോഗിയെ കർത്താവ് സുഖപ്പെടുന്നു. ഒരു പ്രേക്ഷിത വേല ചെയ്യുന്ന ഒരു സണ്ണിച്ചേട്ടനുണ്ട്, ലോകം മുഴുവൻ പോകുന്നയാളാണ്. അയാളുടെ മകൻ TV-യിലൂടെ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. അവൻ്റെ കൂട്ടുകാരൻ അകലെ ഒരു വീട്ടിൽ, അടുത്തൊരു വീട്ടിൽ തളർന്നു കിടപ്പുണ്ട്. അവൻ ചാടി എഴുന്നേറ്റ് ഓടി അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ, നിന്നെക്കുറിച്ചാടാ പറയുന്നത്, എഴുന്നേക്കടാന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നടന്നു. പിന്നെ വന്ന് സാക്ഷ്യപ്പെടുത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒറ്റ വാക്കുകൊണ്ട് ലോകം മുഴുവൻ സൃഷ്ടിച്ച് അതേ വാക്കുകൊണ്ട്
ജീവൻ നിലനിർത്തി ഭക്ഷണം, ആഹാരം, ദഹനം, ശ്വാസോച്ഛ്വാസം എല്ലാം സകല ജീവജാലങ്ങൾക്കും നൽകുന്ന അനന്ത നന്മ, അനന്ത സ്നേഹം, അനന്ത ശക്തിയുള്ള ദൈവം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളുടെ ഓരോ ധ്യാനത്തിലും ദൈവം വർഷിക്കുന്ന ഒരു പ്രത്യേക അനുഗ്രഹമുണ്ട്, ക്ഷമിക്കാനുള്ള ശക്തി. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് 7 വചനം പറഞ്ഞു. അതിൽ ആദ്യത്തെ വചനം എന്നാണെന്നറിയാവോ? 2443. ഫോൺ നമ്പർ പോലെ ഞാൻ പറയുന്നത് 2443 എന്ന് പറഞ്ഞാൽ ലൂക്ക 24 എത്രയാ? ലൂക്ക 24 2443 എന്ന് ഞാൻ പറഞ്ഞു. 41 ആയിരിക്കും. 24-41. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഇവരുടെ ശിക്ഷ എല്ലാവരുടെയും ഞാനിതാ ഏറ്റെടുത്തിരിക്കുന്നു. ഇവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമേ. ഇടയ്ക്കൊക്കെ നമ്മളെ വേദനിപ്പിച്ച് ആരെങ്കിലും ഓർക്കുമ്പോൾ, കർത്താവെ, ഇങ്ങനെ മുറിവേറ്റ് കഴിയുന്ന എല്ലാവരെയും, മുറിവേൽപ്പിക്കാൻ കാരണമായ എന്നെയും കർത്താവെ അവിടുന്ന് ക്ഷമിക്കണമേ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഇവരെ ശിക്ഷിക്കരുതേ. ഇവരുടെ മേൽ കരുണയായിരിക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിച്ച് ഒന്ന് കൈകൂപ്പി ഒന്ന് കണ്ണടച്ചിരുന്ന്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഇവരെ ശിക്ഷിക്കരുതേ. എന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ 1000 മടങ്ങായി 10,000 മടങ്ങായി അവരെ അനുഗ്രഹിക്കണമേ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയുമ്പോൾ സാത്താൻ നമ്മുടെ തലയിൽ കയറി കുറ്റംപതിയും വെറുപ്പും ഉണ്ടാക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് കലഹം, പ്രതികാര ചിന്ത, വാശി, വൈരാഗ്യം ഇതിനടിമപ്പെട്ട് കഴിയുന്ന 112 പേർക്ക് മോചനം. കൈയടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹെബ്രായർ 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ പറഞ്ഞ്. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങള് നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് മറക്കാതെ ഓരോ ദിവസവും ആവർത്തിക്കണം. ആവർത്തിക്കുമ്പോഴെല്ലാം പിശാചിൻ്റെ പീഡ നമ്മുടെ വീട്ടിൽ നിന്നും പോകും. വചനം സമം ദൈവം. വചനം നമുക്ക് ഏകതഗതിയിലേറ്റ് പറയുമ്പോൾ ആ വീട്ടിൽ ചുറ്റിക്കറിയുന്ന പൈശാചിക പീഡകളും നിർവീര്യമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 പത്രോസ് 3:9 പറഞ്ഞേ. 1 പത്രോസ് 3:9. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കണം. ഇപ്പം എന്താണത്? പനക്കലച്ചൻ പണ്ട് പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന ഞാൻ ഓർക്കുന്നിങ്ങനെയാണ്. എന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ 10,000 മടങ്ങായിട്ട് അവരെ അനുഗ്രഹിക്കണേ. ഇങ്ങനെ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ചെകുത്താൻ നമ്മുടെ തലയിൽ കുറ്റംപതിയും വെറുപ്പും കുത്തിവെക്കുന്ന പരിപാടി ഉപേക്ഷിച്ചു പോകും. തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിനോ നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ കുർബാന എന്ന ബലിയർപ്പണത്തിലേക്ക് വരും. വിശുദ്ധ കുർബാന എന്താണ്? ദ ബ്രെഡ് ദാറ്റ് ഐ ഗീവ് ഈസ് ഫോർ ദ ലൈഫ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ ജീവന് വേണ്ടിയാണ് ഓരോ കുർബാനയും. അവൻ നമ്മുടെ പാപപരിഹാരം ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. അതിനാൽ ഒരു മുഴുവൻ ലോകത്തെയും നമ്മൾ ആ കുർബാനയിലേക്ക് കൊടുക്കണം. എനിക്ക് വൈദികനാകുന്ന കാലത്തും വൈദികനായ ശേഷവും ധ്യാനഗുരുവായ ശേഷവും അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ തുടങ്ങിയ ശേഷവും രഹസ്യമായ ഒരു പൈശാചിക പീഡ ഉണ്ടായിരുന്നു. ആരോടും പറയാതെ
രഹസ്യത്തിൽ വെക്കുകയാണ്. ഒരു പക്ഷേ ഈശോ ദൈവം അല്ലായിരിക്കും. വിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ലായിരിക്കും. ഇങ്ങനെ സാത്താൻ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് പാര വെച്ച് നുണ കുത്തിവെക്കുന്നുണ്ടായിരുന്നു. എൻ്റെ തലയിൽ കൂടെ വരുമ്പോൾ എനിക്കത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ യഥാർത്ഥത്തിൽ ഈശോ ഉണ്ടോ ഈശോ ഇല്ലയോ ഇങ്ങനെയുള്ള സംശയത്തിൻ്റെ കാലത്ത് 6000 വൈദികർക്കുള്ള ധ്യാനം റോമിൽ നടക്കുകയാണ്. ആദ്യത്തെ 2 ദിവസം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, യാത്രാക്ഷീണമാണോ എന്താണോ. എന്നാൽ 2-ാം ദിവസം അവിടെ അനൗൺസ് ചെയ്തു, ഇവിടെ 6000 വൈദികർക്ക് കുമ്പസാരിക്കാനോ കുമ്പസാരക്കൂടി സൗകര്യങ്ങളൊന്നുമില്ല. കുമ്പസാരിക്കേണ്ടവർ ഏതെങ്കിലും വൈദികനെ വിളിച്ചുകൊണ്ടുപോയി എവിടെയെങ്കിലും നിന്ന് കുമ്പസാരിച്ചു. അങ്ങനെ മിക്കവാറും എല്ലാ വൈദികരും കുമ്പസാരിച്ചു, ഞാനും കുമ്പസാരിച്ചു. അതോടെ ക്ഷീണം തളർച്ച വിട്ടുപോയി. പിന്നെ വചനം ശ്രദ്ധയോടെ കേൾക്കാൻ പറ്റി. ഒരു നല്ല കുമ്പസാരം വഴി പാപം ക്ഷമിക്കപ്പെടുക മാത്രമല്ല, പിശാച് നമ്മളെ വിട്ടുപോകുന്നു. നല്ല കുമ്പസാരം വഴി. ഹല്ലേലൂയ. മരിച്ചുയർത്ത കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ മുറി അടച്ചിരിക്കുക പേടിച്ച് യഹൂദരെ. എങ്കിലും മുറി തുറക്കാതെ അകത്ത് കയറി പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരുടെ മേൽ ഊതി, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവൻ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും, ആരുടെ പാപങ്ങൾ മോചിക്കാതിരിക്കുന്നുവോ അത് മോചിക്കാതിരിക്കപ്പെടും. അതുകൊണ്ട് ആഴ്ചയിലൊന്നോ അവസരം കിട്ടുമ്പോഴൊക്കെയോ നമ്മുടെ പാപം ചെറുതാണെങ്കിലും തിരിച്ചറിയുമ്പോൾ, ഒരച്ഛനെ കിട്ടുമ്പോൾ മുട്ടുകുത്തി അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ചെന്ന് എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന് പറയുക, പാപമോചനം സ്വീകരിക്കുക, ചെറിയ പ്രായശ്ചിത്തവും ചെയ്യുക. ഒരുപാട് മാറ്റം വരും ജീവിതത്തിൽ. മാറ്റം, സമാധാനം, സന്തോഷം. ഹല്ലേലൂയ. അങ്ങനെ 6000 വൈദികരുടെ ധ്യാനത്തിൽ ഞാനും കുമ്പസാരിച്ചു. അതുവരെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ക്ഷീണം മാറി. 2, 3, 5 ദിവസത്തെ ധ്യാനമാണ്. 4-ാം ദിവസത്തെ ധ്യാനത്തിൽ കുർബാന 1.5 മണിക്കൂർ സമയമാണ്. 1.5 മണിക്കൂർ സമയം എപ്പോൾ അത് പരിശുദ്ധ പിതാവ് പിതാക്കന്മാരൊക്കെയാണ് കുർബാനയുടെ മെയിൻ ശുശ്രൂഷകർ. നമ്മൾ ഒന്നിച്ചിരിക്കുകയാണ്. കുർബാനയുടെ സമയത്ത് എപ്പോൾ കണ്ണടച്ചോ അപ്പോഴെല്ലാം നയാഗ്ര വെള്ളച്ചാട്ടം പോലെ ഒരു ദർശനം. കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഒരു സ്നേഹ മധുരമായ ദർശനമാണ്. നയാഗ്ര വെള്ളച്ചാട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം, പോയിട്ടില്ല. അത് ഭീകരമായൊരു വെള്ളച്ചാട്ടമല്ല, ഒരു സ്നേഹമധുരമായ വെള്ളച്ചാട്ടമാണ്. പക്ഷേ തുടർച്ചയായിട്ടുണ്ട്. അത് നോക്കി നിൽക്കുന്ന ആനന്ദമാണ്. അപ്പം ഞാൻ കുർബാനയുടെ സമയത്ത് കണ്ണടച്ചപ്പോഴെല്ലാം നയാഗ്ര വെള്ളച്ചാട്ടം പോലെ ഒരു ദർശനം കാണുക. 1.5 മണിക്കൂർ കണ്ണു തുറക്കുമ്പോൾ ഇല്ല. പിന്നെ അവസാനം എൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തന്നു. നയാഗ്ര വെള്ളച്ചാട്ടം പോലെ തുടർച്ചയായ പരിശുദ്ധാത്മ അഭിഷേകം ഓരോ ദിവ്യബലിയിലും നൽകാൻ ദൈവം കാത്തിരിക്കുന്നു. നമ്മൾ ജനത്തെ ഒരുക്കണം, നമ്മൾ ഒരുങ്ങണം, നമ്മൾ ദാഹിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം. ഓരോ കൂദാശയിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുർബാനയിൽ പോകുന്നത്, കുമ്പസാരിക്കാൻ പോകുന്നത്, മറ്റു കൂദാശകളിലെല്ലാം പരിശുദ്ധാത്മാഭിഷേകം ദൈവം നമുക്ക് നൽകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കുട്ടികളെക്കുറിച്ച് ഒരുപാട് വിഷമിക്കുന്നവരാണ്. പഠിക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. അവർക്കെല്ലാം വേണ്ടി കർത്താവ് ഒരു 3 വചനം നൽകിയിട്ടുണ്ട്. കുറിച്ചെടുക്കേണ്ടവരെ കുറിച്ചെടുത്തോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളുടെ പഠന മേഖല വിജയിക്കുന്നതിന് ഈ 3 വചനങ്ങൾ വല്ലപ്പോഴും അല്ല, സമയം കിട്ടുമ്പോഴൊക്കെ ഏറ്റു പറഞ്ഞേക്കുക. യെശയ്യാ 54:13, കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. ഇത് വല്ലപ്പോഴും പറഞ്ഞാൽ പോരാ, കാണത്തിടത്ത് വെച്ചേക്കണം. അപ്പം നമ്മുടെ പുത്രൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ മകൻ പഠിക്കുന്ന സ്കൂളിൽ 1000 കുട്ടികളാണ്. അവരെ കൂടി ഇരുന്നോട്ടെ, പഠിപ്പിക്കുന്ന അധ്യാപകർ ഇരുന്നോട്ടെ. 1000, 2000, 10,000 കുട്ടികൾക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകം കൊടുക്കണേ.
ഹല്ലേലൂയ ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് യെശയ്യാ 54:13 കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും. പറ, കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും. അവർ ശ്രേയസാർജിക്കും. അവർ ശ്രേയസാർജിക്കും. ഫിലിപ്പി 4:13 ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. എനിക്ക് സാധിക്കും. ഈ വചനം ആവർത്തിച്ച് പറയുമ്പോൾ വചനമായതുകൊണ്ട് പൈശാചിക പീഡ, ദുഃഖം, ക്ഷീണം, തളർച്ച ഇതെല്ലാം വിട്ടുപോകും. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എന്ത് പറഞ്ഞാണ് ദുഃഖം ഉണ്ടാക്കേണ്ടത്, ഭയം ഉണ്ടാക്കേണ്ടത്, ക്ഷീണം ഉണ്ടാക്കേണ്ടത്. ഒന്നുകൂടെ പറഞ്ഞേ, ഫിലിപ്പി 4:13 ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. എനിക്ക് സാധിക്കും. സഫാനിയ 3:17 സഫാനിയ 3:17 നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ മധ്യേയുണ്ട്. നിങ്ങളുടെ മധ്യയുണ്ട്. ഒട്ടിച്ചു വെച്ചാ പോരാ, കടലാസേ വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ പിശാചിന് കേൾക്കാം, അവൻ സ്ഥലം വിടും. പരിശുദ്ധാത്മാവ് വരികയും ചെയ്യും. ഒന്നുകൂടെ പറഞ്ഞേ, സഫാനിയ 3:17 3:17 നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. നിന്റെ മധ്യയുണ്ട്. 10 പ്രാവശ്യമോ 20 പ്രാവശ്യമോ സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലുള്ള വചനങ്ങൾ ഏറ്റുപറയുന്നതിന് വചന പ്രഘോഷണത്തിന് തുല്യമാണ്. പൈശാചി ഇവിടെ വിട്ടുപോകും, പരിശുദ്ധാത്മാവ് നിറയും. മക്കളുടെ പഠന മേഖലയെ ഓർത്തു ഭയപ്പെടുന്ന മാതാപിതാക്കളെ കർത്താവ് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള 1008 കുട്ടികളെ ഈ കൺവെൻഷനിൽ കർത്താവ് ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. 1008 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റേ, ഒരു കരം ചങ്കിൽ വെച്ചേ, ഒരു കരം ഉയർത്തിപ്പിടിച്ചേ. നമ്മുടെ കുടുംബം, നമ്മുടെ ദേശം, നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥലം, ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലം, ഇന്ത്യ, വിദേശ രാജ്യമൊക്കെ ഓർക്കുക. അവരെ ഓർത്തുകൊണ്ട് അവരെയും അവർക്ക് ചുറ്റുമുള്ള 1000, 10,000, 50,000 പേരെയും തിരുരക്തക്കടലിൽ മുക്കണമേ, തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട്, വചനം കൊണ്ട്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ കൊണ്ട് നിറയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ.